ഹായ്, അപ്പോൾ ഋഷി വ്ളോഗിലേക്ക് എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് നമ്മൾ വില്ലയിലേക്ക് മാറി കേട്ടോ. അപ്പോൾ നമ്മുടെ വില്ലയുടെ ഒരു ചെറിയൊരു ഇതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ നമ്മൾ വില്ലയിലേക്ക് മാറി. അപ്പോൾ കരാമേലി തന്നെയാണ്. അപ്പോൾ ആ ഭാഗമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. നമ്മുടെ വില്ലയുടെ റോഡാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വില്ല നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വലിയൊരു മരം കണ്ടോ, ഇത് യൂക്കാലിയുടെ മരമാണത്. പിന്നെ ഒരു ആൽമരം ഉണ്ട്. ഇത് ഞങ്ങളുടെ വില്ലയുടെ തൊട്ടിപ്പുറത്തെ വില്ലയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വില്ല കാണാം. ഇത് റോഡ്. ഇവിടെ എല്ലായിടത്തും ഈന്തപ്പഴം ഉണ്ടായി തുടങ്ങിയിട്ടോ. നല്ല ചൂടല്ലേ, അപ്പോൾ അത് ഈന്തപ്പഴം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പഴുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ റോഡ് സൈഡാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ വില്ലയുടെ നമ്മുടെ ഈ റോഡിൽ നിറച്ച് ഈന്തപ്പഴങ്ങളാണ് രണ്ട് സൈഡിലും. അതും എന്ത് ചെറുതൊക്കെയാണെന്നറിയാം. കണ്ടോ, ഒരു ചെറിയ ഈന്തപ്പഴം, പക്ഷേ ലച്ചുവിന് സുഖമായിട്ട് ഇതാവാം. പക്ഷെ ഇത് പഴുത്തുണ്ടോ നോട്ടെ കേട്ടോ. ഇതേ കണ്ടോ, ഇത് പഴുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് പൊട്ടിക്കട്ടെ. ഇതേ കണ്ടോ, ഓരോ ഞാൻ പൊട്ടിച്ചു വിട്ടോ. ഞാനിത് കടിച്ചു വിട്ടോ, പക്ഷെ മധുരമായി തുടങ്ങിയില്ല. കാണുമ്പോൾ പഴുത്ത പോലെ ഉണ്ട്, പക്ഷെ പഴുത്തിട്ടില്ല. വേറൊരു ഈന്തപ്പഴം നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. കണ്ടാൽ നിങ്ങൾക്ക് ചിരി വരും. നോക്കിയേ, ചെറിയ ഇതിൻ്റെ കടക്കിയാണ് ഉണ്ടായി നിൽക്കണത്. കണ്ടോ, തൊടണ്ട മോളെ, അത് കൊഴിഞ്ഞു വീഴും. കണ്ടോ എന്തൊരു കടക്കാന്ന് നോക്കിയാൽ, നിറച്ചുണ്ട് ഇതുമേ. ഇതൊക്കെ പഴുക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് പൊട്ടിക്കാം. നമുക്ക് എത്ര വേണമെങ്കിലും പൊട്ടിക്കുക കേട്ടോ, പൊട്ടിച്ച് കഴിക്കാം. ഇവിടെ വേറൊരു ഈന്തപ്പഴം കണ്ടോ, ഞാനിൽ വെച്ച് നടക്കിറങ്ങിയതാ കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ മുകളിലുണ്ട്. നമ്മുടെ ഈ വില്ലയുടെ ഇവിടെ നമ്മുടെ റെസിഡൻസിന് മാത്രമായിട്ടുള്ള ഒരു ചെറിയ കളിക്കണ പാർക്കുണ്ട് കുട്ടികളുടെ കേട്ടോ. പക്ഷെ ഇപ്പം അത് എന്തോ മെയിൻ്റനൻസ് കാരണം അടച്ചിട്ടൊക്കെയാണ്. കണ്ടോ, ചെറിയ മെയിൻ്റനൻസ്. പിന്നെ അതെ, നമ്മുടെ റോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ബുർജ് ഖലീഫ കാണാം. കണ്ടോ, ബുർജ് ഖലീഫ അതേ കാണുന്നു. പിന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ ഇത് മെട്രോ പോണതൊക്കെ കാണാം കേട്ടോ. കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ വില്ലയിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് കേട്ടോ. നമ്മുടെ വില്ലയിലേക്കുള്ള വളവാണ്. ഞാൻ അതിൻ്റെ ഇപ്പുറത്തെ ഔട്ട് സൈഡൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വില്ലയിലേക്ക് കയറാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വില്ലയിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മുടെ വില്ലയുടെ തൊട്ട് ബാക്കിലാണ് വലിയൊരു ബിൽഡിങ് കണ്ടോ, ഫ്ലാറ്റ്. ഈ ഫ്ലാറ്റ് എമിറേറ്റ്സിൻ്റെ ആണ് കേട്ടോ. എമിറേറ്റ്സിൻ്റെ സ്റ്റാഫില്ലേ, എയർ ഹോസ്റ്റേഴ്സും അവർക്കൊക്കെ താമസിക്കാനുള്ള ഒരു വലിയൊരു വില്ലയാണ്. അതിൽ വില്ലയല്ല, ഒരു ബിൽഡിംഗ് ആണത്. നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരട്ടെ. നോക്കിയ മുല്ല, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു മരത്തിൻ്റെ മുകളിലേക്ക് പടർത്തി വിട്ടേക്കിയ മുല്ല കണ്ടോ. കറിവേപ്പ് ഉണ്ട് കേട്ടോ. അതിവിടെ ഇതൊരു കറിവേപ്പാണിത്. ഇതാണ് മുല്ലയിൽ നിറച്ച് മുട്ടിട്ടുണ്ട്. ഞങ്ങളുടെയിലും ഉണ്ട് കേട്ടോ ഒരു കുറ്റിമുല്ല. ഇത് മരത്തിൻ്റെ മുകളിലേക്കാണ്. ഗേറ്റ് തുറക്കുന്നുണ്ട് വില്ലയുടെ. അപ്പം നമ്മുടെ വില്ലയിലേക്ക് നമ്മൾ എത്തി. ഇതേ കുറച്ച് ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. വാടി നിൽക്കട്ടെ ചൂട് കാരണം. ഇത് നമ്മുടെ കറിവേപ്പ്. ഇതാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ കുറ്റിമുല്ല. കണ്ടോ, നിറച്ചുണ്ടായിരുന്നു. പിന്നെ ഇത് ഇങ്ങനത്തെ ഈ പൂവിൻ്റെ കുറേ കളേഴ്സാണ് പിന്നെ ഉള്ളത്. ശംഖുപുഷ്പം, പിന്നെ ശംഖുപുഷ്പം മുകളിലേക്ക് ഞാൻ കയറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല വയലറ്റ് ശംഖുപുഷ്പം. 10 മണി കുറേ കളറുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വില്ലയുടെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു വില്ലയാണ് കേട്ടോ. ഒരു 1 BHK ആണ്. അപ്പോൾ അത് ഇവിടെ നമ്മൾ പൂജ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വലിയൊരു കൂളർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ലിവിങ് റൂമാണ്. ബാഗൊക്കെ വെച്ച് കൊണ്ടുവന്നിട്ട് അവിടെ അങ്ങനെ ഇട്ടേക്കുക കേട്ടോ. ലിവിങ് റൂം, നമ്മുടെ TV, പിന്നെ ഷോക്കേസുകൾ, നമ്മുടെ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കിട്ടുവിനും ലച്ചുവിനും കിട്ടിയ കുറേ ഇതുണ്ട്. ഇഷ്ടം പോലെ ഒരു ചെറിയൊരു TV ഇവിടെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ. ഓക്കേ, ഇത് നമ്മുടെ ബെഡ്റൂമാണ്. ഇത് നമ്മുടെ ഡ്രസ്സിങ് ടേബിളാണ്. ലച്ചുവിൻ്റെയും അശ്വതിയുടെ ഒക്കെ മേക്കപ്പ് സ്റ്റാൻഡുകൾ, മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പെർഫ്യൂംസുകൾ. പിന്നെ ഇത് ഇവിടെ കുറച്ചുണ്ട്. ലച്ചുവിൻ്റെ നെയിൽ പോളിഷുകളൊക്കെയാണ്. ഓക്കേ, ഇനി അടുത്തത് നമ്മുടെ കിച്ചണാണ്. കിച്ചൺ ചെറിയൊരു കിച്ചണാണ്. പിന്നെ ഞങ്ങൾക്ക് 4 പേരല്ലേ ഉള്ളൂ. ഇവിടെ തന്നെ നമ്മളൊരു ഓവണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കിച്ചണിൽ തന്നെ. ഓക്കെ, ഇത് നമ്മുടെ വാഷ്റൂമാണ്. വാഷ്റൂം സെപ്പറേറ്റ് ചെയ്തൊക്കെയാണ്. വലിയ വാഷ്റൂമാണ്. വാഷ് ബേഴ്സിന് അവിടെയും, പിന്നെ അതുപോലെ തന്നെ ടോയ്ലറ്റ് അവിടെ, പിന്നെ കുളിക്കാനുള്ളത് ഇത്രയും. ഓക്കെ, ഈ സൈഡിലായിട്ടൊരു നമ്മുടെ കിച്ചണിൻ്റെ സൈഡിലായിട്ട് ഒരു മുരിങ്ങയുടെ മരമുണ്ട്. നിറച്ച് മുരിങ്ങക്കായാണ്.
ഞങ്ങൾക്ക് ലച്ചുവിനൊക്കെ ഇതേ താഴെ നിന്ന് പൊട്ടിക്കാം. ഇതിന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നിറച്ചും മുരിങ്ങക്കായ കണ്ടോ, നിറയെ ഉണ്ട്. കാറ് ഇവിടെയാണ് കേട്ടോ ഫ്രണ്ടിൽ നമ്മൾ പാർക്ക് ചെയ്യും. ഇനി നമ്മുടെ ബാൽക്കണിയുടെ മുകളിലേക്ക് പോകണതാണ് കേട്ടോ വില്ലയുടെ. അവിടെ ആരും അങ്ങനെ വരുന്നൊന്നുമില്ല. നമ്മൾ ബാൽക്കണിയുടെ മുകളിലെത്തി. ബാൽക്കണിയുടെ മുകളിലൊക്കെ വൃത്തിയിടാക്കിയിട്ടൊക്കെ കേട്ടോ, കാരണം നമ്മളാരും യൂസ് ചെയ്യണില്ല, വെറുതെ ഒരു ഇതില്ലാത്ത സ്ഥലം. പക്ഷെ നമുക്ക് ഈ ADCB മെട്രോൻ്റെ അടുത്ത് തന്നെയാണ്. നമുക്ക് കാണിച്ചു തരാം. ഇതേ അതാണ് മെട്രോ. ഇതേ മെട്രോ പോകണം കണ്ടോ. നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നാലും കാണാം. ഇത് ടെറസിൻ്റെ മുകളിൽ വന്ന് നിന്നൊക്കെയാണ് നമ്മൾ മെട്രോ പോണത് കാണാം. രാത്രി നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇതേ അവിടെ ബുർജ് ഖലീഫ കാണാം. അതിൻ്റെ ഷോം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഫ്രെയിം കാണാൻ പറ്റും ചെറുതായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട്. ഇവിടുന്ന് ഫ്രെയിം ഇപ്പോൾ ബാൽക്കണിയുടെ ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് നമുക്ക് ഫ്രെയിം ക്ലിയർ ആയിട്ട് കാണാം. ഇതേ നമ്മുടെ വണ്ടികളൊക്കെ പോകണു. ഷെയ്ഖ് സായിദ് റോഡിൻ്റെ ഒരു എൻഡ്. നമ്മൾ കരാമയിലേക്ക് പോകുന്ന ഭാഗമാണത്, ആ റോഡ്. ഓക്കെ, ടെറസിൻ്റെ മുകളിൽ നേരെ മുരിങ്ങയുടെ ഇല, മുരിങ്ങക്കായ കേട്ടോ. നല്ല ഫ്രഷ് ഇലയാണ്. ഞങ്ങൾ ഇല പൊട്ടിച്ചിട്ടില്ല ഇതുവരെ. നമ്മൾ അടിയിൽ നിന്നല്ല കണ്ടത്, ഇതിപ്പോൾ നമ്മൾ മുകളിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പുതിയ വില്ലയുടെയും പുതിയ വീടിൻ്റെയും വ്ളോഗ് കാണിച്ചത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ. അശ്വതി ഡ്യൂട്ടിയിലാണ്, കിട്ടു സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. ഓക്കെ.